ആർക്കെങ്കിലും പെട്ടെന്ന് വിഷുവിനെ കുറിച്ച് എന്തെങ്കിലും നല്ലൊരു ഓർമ്മകൾ പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒരു 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ട് എനിക്കൊരു ചേട്ടന് ഇഷ്ടമായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? വിഷുവിന്റെ അന്ന് വെളുപ്പിന് ആളൻ എന്നെ കാണണം എന്ന് പറഞ്ഞു. വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റ് ആയ കാരണം ഞാൻ വീട്ടിൽ നിന്ന് മതിൽ ചാടി വിഷുവിന്റെ അന്ന് വെളുപ്പിന്. നീ കൊള്ളാമല്ലോടി പെണ്ണേ. ആളുടെ വീട്ടിലേക്കും പോയിട്ട് അവിടെ വെച്ചിട്ടും മതിൽ ചാടിപ്പോയി. എന്നിട്ട് ആളെ പോയി വീടിന്റെ ബാക്കിൽ പോയി കണ്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോ ആള് ഐ ലവ് യു എന്ന് കണ്ണി നോക്കി പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. തിരിച്ച് മതിൽ ചാടിയാണോ വന്നോ അതോ ഗേറ്റ് തുറന്നു വന്നോ? തിരിച്ചു മതിൽ ചാടിന് വന്ന്. ഇതൊരു പുതിയ അസുഖ. നാണം പറഞ്ഞ ലാലേട്ടോ. പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ എനിക്ക് നാണാവുക. രനീഷയ്ക്ക് എന്താ പറയാനുള്ളത്? സാർ, അയ്യോ എനിക്കിങ്ങനെ മതില് ചാടിയ കഥകളൊന്നുമില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? എനിക്കിങ്ങനെ മതില് ചാടിയ കഥകളൊന്നുമില്ല. വിഷു മതിൽ എന്താ? അല്ല, ഈ മതില് ചാടിയ പോലത്തെ അങ്ങനത്തെ വിഷു ഓർമ്മകളൊന്നുമില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. പോയല്ലേ? അയ്യോ അല്ല, ഞാൻ വിചാരിച്ചു ഇതായിരുന്നല്ലോ അവസാനത്തെ ടോപ്പിക്. എന്താ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഈ വിഷു ദിവസം അല്ല ഈ മതില് ചാടുന്നത്. അവര് മതില് ചാടിയ ദിവസം വിഷു ആയി പോയെന്നേ ഉള്ളു കേട്ടോ. അതെ അതെ അതെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. അവിടുത്തെ വലിയ മതിലാണോ വീട്ടിലെ? അല്ലല്ലോ. അല്ല, മതിലേ ഇല്ല സാർ. വെരി ഗുഡ്. അതാ നിന്റെ വിഷമം. ഞാൻ പോകുന്നു. ബൈ ബൈ.